അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മഷ്റൂം ഫ്രൈഡ് റൈസാണ്. മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന സാദാ ചോറും സാമ്പാറും ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്നറിഞ്ഞു. അതുപോലെ തന്നെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ. പിന്നെ നാട്ടിലൊക്കെ ആണെങ്കിലും ഇവിടത്തേനേക്കാളും സിമ്പിളായിട്ട് മഷ്റൂമൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിലേക്ക് പ്രത്യേകിച്ച് മറ്റൊന്നുമില്ല, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് തന്നെയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. മഷ്റൂം ഫ്രൈഡ് റൈസിന് വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് ഒലിവ് ഓയിൽ, 2 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചെടുത്തത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചെടുത്തത്, പിന്നെ ആവശ്യമുള്ളത് പച്ചമുളക് മുറിച്ചെടുത്തത്, ഒരു 6 ടേബിൾ സ്പൂൺ സവാള. ഇത് മുഴുവൻ നമ്മൾ മഷ്റൂം ഫ്രൈഡ് റൈസൊക്കെ എടുക്കില്ല, ഇത് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാനും പിന്നെ കുറച്ച് തൈരിലേക്ക് വേണ്ടിയാണ്. അതുപോലെ സവാളയും 2 പേർക്ക് വേണ്ടി 6 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇത് പകുതി തൈര് സവാള റൈത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ വേണ്ടത് ചുമന്ന ബെൽ പെപ്പർ കുറച്ച് ചതുരത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ ഇലയാണ്. ഇത് മുഴുവൻ വേണ്ട, പകുതി സ്പ്രിംഗ് ഓണിയന് മതി റൈസിലേക്ക്, ബാക്കി പകുതി നമുക്ക് റൈത്തയിലേക്ക് എടുക്കാം. പിന്നെ എടുത്തിട്ടുള്ള മഷ്റൂമാണ്. മഷ്റൂം ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്തതാണ്. പിന്നെ മല്ലിയില നിർബന്ധമില്ല, ഇനി സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്തവർക്ക് മല്ലിയില ചേർത്താൽ മതി. പിന്നെ കോളിഫ്ലവർ ഇവിടെ വേവിച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ കുരുമുളക് പൊടിയും ചെറുനാരങ്ങയും ഉപ്പും വേണം. ചട്ടി ചൂടായി വരുമ്പം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ തിളക്കുന്നതിന് മുമ്പ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ അധിക സമയം കിടന്ന് തിളക്കരുത്, ഇങ്ങനെ വാട്ടിയെടുക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മളെന്തെങ്കിലും ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒലിവ് ഓയിൽ ഉപയോഗിക്കരുത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുന്നുണ്ട്. സവാളയിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളക് ചേർക്കാം. ഇനി ഞാൻ മഷ്റൂം ചേർത്ത് കൊടുക്കുകയാണ്. അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുത്തതായതുകൊണ്ട് 5 മിനിറ്റ് ഇതുപോലെ ഒന്നിട്ട് വാട്ടി വേവിച്ചാൽ മതി. വെജിറ്റേറിയനായ ആൾക്കാർക്ക് നല്ലൊരു ഫ്രൈഡ് റൈസാണിത്. മഷ്റൂം ചേർത്തും പിന്നെ മുട്ട ചേർത്തിട്ടും ഇതുപോലെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. ഇനി ബെൽ പെപ്പർ ചേർത്ത് കൊടുക്കാം. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇടാം. ഇനി കോളിഫ്ലവർ റൈസ് ചേർത്ത് കൊടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് വറുത്തെടുക്കാം. കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കാം. ഒരു ചെറുനാരങ്ങ പിഴിയാം. ഇതുപോലെ ചെറിയൊരു അരിപ്പ് വെച്ച് പിഴിയാണെങ്കിൽ കുരുവെല്ലാം അതിൽ നിന്നോളും. ഫ്രൈഡ് റൈസിലേക്ക് കുരു വീണു പോവില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. കോളിഫ്ലവറിൽ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇപ്പോൾ വെള്ളമെല്ലാം ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇങ്ങനെ വിസ്താരമുള്ളൊരു പാത്രത്തിൽ എടുത്താലാണ് നമുക്ക് നന്നായിട്ട് ഇളക്കാനൊക്കെ ഒരു സൗകര്യപ്പെടുക. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം.
കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഈ പാത്രത്തിൽ നിന്ന് ഇത് മാറ്റാം. ഇതിൽ തന്നെ കിടന്നാൽ ഇത് ഇരുമ്പിൻ്റെ പാത്രം ആയതുകൊണ്ട് ഇതിൻ്റെ കോളിഫ്ലവർ റൈസിൻ്റെ കളറ് മാറും. അതുകൊണ്ട് ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇത് നമ്മൾ നേരത്തെ എടുത്തതിൽ ബാക്കി ഒരു 3 സ്പൂണോളം സവാള ഉണ്ട്. പിന്നെ ഒരു 5-6 കഷ്ണം പച്ചമുളക് അരിഞ്ഞതും ബാക്കി സ്പ്രിംഗ് ഓണിയനും ഒരു ബൗളിലേക്ക് ഇടുക. പാകത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ ഞാനിവിടെ ഫുൾ ഫാറ്റ് യോഗർട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 4-5 സ്പൂൺ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക. മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യുക. വേണമെങ്കിൽ ഉപ്പോ എരിവോ ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയന് കിട്ടാത്തവരെ വിഷമിക്കണ്ട. കുക്കുംബർ ചെറുതാക്കി മുറിച്ചെടുത്തത് ചേർത്ത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ റൈത്ത ഇവിടെ റെഡിയായി. ഇനി ബാക്കി പച്ചമുളകും മല്ലിയിലയും നമുക്ക് ചമ്മന്തിയിലേക്ക് വേണ്ടി എടുക്കാം. 2 ചെറിയുള്ളി മുറിച്ച് ചേർക്കാം. പിന്നെ ഈ ബാക്കി വന്ന പച്ചമുളകും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ്, കുറച്ച് തേങ്ങ, ഇത്രയും മതിയാകും. ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസും അതിലേക്കുള്ള ചമ്മന്തിയും റൈത്തയും ഇവിടെ റെഡിയായി. അപ്പോൾ എന്തായാലും ഞാനിത് വിളമ്പുകയാണ്. നമ്മൾ വേവിച്ചെടുത്ത കോളിഫ്ലവറാണ് പിന്നീട് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 മിനിറ്റ് ഇപ്പോൾ ഫ്രൈ ചെയ്താൽ മതി. കൂടുതൽ സമയം വേവിച്ച് കഴിഞ്ഞാൽ അത് ആകെ ഒട്ടിപ്പോകും, കുഴഞ്ഞു പോകും കേട്ടോ. അത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അത്ര ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ ഞാൻ തയ്യാറാക്കിയ ചമ്മന്തിയും തൈര് റൈത്തയും. ഇനി സ്പ്രിംഗ് ഓണിയൻ നാട്ടിലൊന്നും അങ്ങനെ കിട്ടണമെന്നില്ല. ഇല്ലാത്തവർ കുക്കുംബർ ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴും നമുക്ക് ഉള്ളിയുടെ അളവ് കുറക്കാമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ ചമ്മന്തിയും ഈ തൈരും മാത്രം മതി ഇത് കൂട്ടി കഴിക്കാൻ. ഇതിലേക്ക് മറ്റ് നോണ് പൊരിച്ചതൊന്നും വേണ്ട. അപ്പോൾ വെജിറ്റേറിയൻകാർക്ക് സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണ് ഈ മഷ്റൂം ഫ്രൈഡ് റൈസ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.